ആദ്യമൊക്കെ കാരണങ്ങളില്ലാണ്ട് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നിൽക്കാൻ പോകും കേട്ടോ, ഞാനും എൻ്റെ ഉമ്മയും. എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോകും, നിന്നിട്ടില്ലെങ്കിലും പോയി വരില്ലെങ്കിലും ഉണ്ടേനു കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയായതിൻ്റെ ശേഷം പിന്നെ പോക്ക് കുറഞ്ഞ് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ പോവും. നിൽക്കലും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി വന്നാൽ മാത്രമേ നിൽക്കലുള്ളേനു. ഇന്നിപ്പോൾ അതാ കുറേ കാലത്തിൻ്റെ ശേഷം ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ മോളും കൂടി അവിടേക്ക് നിൽക്കാൻ പോയതാട്ടോ. നിൽക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് പോരുന്ന ദിവസം എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ ബിരിയാണി. പിന്നെ എൻ്റെ വല്യമ്മൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തുണ്ടാക്കുകയാണെങ്കിലും മുപ്പത്തി അടുപ്പത്തേ ഉണ്ടാക്കുള്ളൂ. അതുപോലെ എന്തെങ്കിലും അരച്ചെടുക്കാനുണ്ടെങ്കിൽ അമ്മയും. ഇവിടെ മിക്സിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. മുപ്പത്തിയും ഈ അടുപ്പും ഈ അടുപ്പിൻ്റെ പരിസരമായിട്ടാട്ടോ കഴിഞ്ഞുകൂടാ. എൻ്റെ വലിയപ്പാക്കും ഇഷ്ടം തന്നെയാണ് അമ്മിയിലരച്ചതും ചട്ടിയിലുണ്ടാക്കിയതും അടുപ്പത്ത് വെച്ചതും തന്നെ മൂപ്പർക്കും ഇഷ്ടം. അപ്പോൾ പിന്നെ മുപ്പത്തി അതന്നെ ചെയ്യലേ ഉള്ളൂ. നമ്മൾ വന്ന് പോരുന്ന ദിവസം ഒരു ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അതിവിടെ നിർബന്ധമാണ്. എൻ്റെ വലിയപ്പായിക്കോട്ടെ ഇങ്ങനത്തെ ഫുഡൊന്നും വലിയ ഇഷ്ടമുള്ള ആളുമല്ല, എന്നാലും ഉമ്മ വെച്ചാൽ മുപ്പര് തിന്നാണ്ട് നിൽക്കില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇതാ നമ്മൾ വന്ന് നിന്ന് പോരുന്ന ദിവസമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇന്ന് ബിരിയാണി ആക്കിയത്. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരില്ലുണ്ടെങ്കിലും ഇപ്പോൾ വരാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവണം. പക്ഷെ ഇന്നിപ്പോൾ ഇതാ ഒരു കാരണവും ഇല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഞാൻ കൂടുതലും മടിച്ചു നിൽക്കുന്ന കാര്യം അത് മോള് കൂടുള്ളതിനെ കൊണ്ടാണ്. എവിടെയെങ്കിലും നിൽക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഓരോ സ്വഭാവം അനുസരിച്ച് അവിടെ എവിടെ സ്ഥലം മതിയാവില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ മുതൽ ആൾ ഭയങ്കര ഹാപ്പിയാണ്. കൂടുതലും ആളിൻ്റെ അടുത്തേക്ക് വരാണ്ട് വലിയപ്പൻ്റെ വലിയമ്മൻ്റെ കൂടെ തന്നെയായിരുന്നു. എൻ്റെ വലിയമ്മക്കും വലിയപ്പക്കും 9 പേരക്കുട്ടികളാണ്. ആ പേരക്കുട്ടികളെ കുട്ടിയെന്ന് പറയാൻ ഈ ഒരു സാധനമേ ഉള്ളൂ, അതായത് എൻ്റെ മോള്. ഓളാണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തിയത് മുതൽ ഭയങ്കര കരച്ചിലും ബഹളവും. ആ കരച്ചിലിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം നമ്മളെല്ലാവരെയും പോലെ തന്നെ ഓക്കും വലിയപ്പയും ഒരുമയും പ്രിയപ്പെട്ടതാണെന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി.